ഭൂട്ടാനിൽ നിന്ന് കടത്തിയ ആഡംബര കാറുകൾ വാങ്ങിയ സംഭവത്തിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കാൻ കസ്റ്റംസ്. സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നോട്ടീസ് നൽകും. ദുൽഖർ സൽമാന്റെ നിസാൻ പെട്രോൾ കാർ പിടിച്ചെടുക്കും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണവും അതിന്റെ തെളിവ് ശേഖരണത്തിന്റെ സാധ്യതകളുമാണ് കസ്റ്റംസ് പരിശോധിക്കുന്നത്. ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. പുതിയ നീക്കങ്ങൾ കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഏത് തരത്തിലാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇതിൽ മറ്റ് ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? ED അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വിവരശേഖരണത്തിലേക്ക് കടക്കുന്നുവെന്നാണോ നിതിൻ അംബുജൻ? റിജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം നിലവിൽ ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കസ്റ്റംസ് ശേഖരിച്ചു വരികയാണ്. ഇതിന്റെ ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇതിനം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം 35 ഇടങ്ങളിൽ പരിശോധന നടത്തിയതിൽ 36 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾക്ക് തന്നെ ഉടമകൾക്ക് തന്നെ തിരിച്ചു നൽകാനാണ് ഇപ്പോൾ കസ്റ്റംസ് തീരുമാനം. ഒരു സേഫ് കസ്റ്റഡി നോട്ടീസ് നൽകും. അതായത് ഈ നിയമ നടപടികൾ പൂർത്തിയാകും വരെ വാഹനം പുറത്തിറക്കാൻ പാടില്ല. അത്തരമൊരു നിലയിലാകും വാഹനങ്ങൾ എന്തായാലും സേഫ് കസ്റ്റഡി നിലയിൽ ഉടമസ്ഥർക്ക് കൈമാറുക. നേരത്തെ കൊച്ചിയിൽ നടത്തിയ പരിശോധനയിൽ സിനിമാ നടന്മാരുടെ വസതികളടക്കം പരിശോധന നടത്തിയിരുന്നു. ദുൽഖർ സൽമാന്റെ 2 വാഹനവും കൂടാതെ അമിത് ചക്കാലക്കലിന്റെ 2 വാഹനവും പിടിച്ചെടുത്തിരുന്നു. ഈ വാഹനങ്ങളും ഇത്തരത്തിൽ ഉടമകൾക്ക് നൽകും. സേഫ് കസ്റ്റഡി നിലയിൽ തന്നെ അത് സൂക്ഷിക്കാൻ എന്തായാലും ഉടമകൾക്ക് നോട്ടീസ് നൽകാനാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങളാണ് ഇതുവരെ പിടിച്ചെടുത്തിരിക്കുന്നത്. കൂടുതൽ വാഹനങ്ങൾ നിരീക്ഷണത്തിലാണ്. ഇതിൽ 2 വാഹനങ്ങൾ കൂടി പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ കസ്റ്റംസ് ആലോചിക്കുന്നത്. അത് നിസാൻ പട്രോളിന്റെ 2 വാഹനങ്ങളാണ് പിടിച്ചെടുക്കുക. അതിന്റെ പ്രധാനമായും കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിലുള്ളത് ഈ 2 വാഹനങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു അന്വേഷണവും പരിശോധനയും ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ കസ്റ്റംസ് ആലോചിക്കുന്നുണ്ട്. ഇന്നലെ പിടിച്ചെടുത്ത ഒരു വാഹനം അത് ഫിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് റോഡിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അത് ദുൽഖർ സൽമാന്റെ വസതിയിലെ തന്നെ ആ വാഹനമുണ്ട്. എന്തായാലും കൂടുതൽ പരിശോധനകൾക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതിന് വലിയ മാനങ്ങളുണ്ടെന്ന കേസ് ഇന്നലെ തന്നെ കമ്മീഷണർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ വാഹനം ഇടപാടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കോടികൾ മറിഞ്ഞെന്നാണ് ED ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് അതിനാൽ തന്നെ ഈ ഒരു കേസിൽ EDയുടെ അന്വേഷണം ഉണ്ടാകുമെന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിൽ വലിയ മാനങ്ങളുണ്ടെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ EDയും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളൊരു വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ കസ്റ്റംസ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും വിശദമായ ഒരു പരിശോധനയ്ക്ക് കസ്റ്റംസ് ഒരുങ്ങുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള തുടർ നടപടികൾ ഇന്നുണ്ടാകുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. കൂടാതെ ദുൽഖർ സൽമാനും ഇന്ന് സമൻസ് നൽകാനുള്ള ഒരു നീക്കം ഇന്ന് കസ്റ്റംസിന്റെ ഭാഗത്തും ഉണ്ടായേക്കും. ശരി, കൂടുതൽ വാഹനങ്ങൾ സംബന്ധിച്ച് കസ്റ്റംസിന് സംശയങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി തന്നെ വിവരശേഖരണം കസ്റ്റംസിൽ നിന്ന് നടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.